ഇനി കോഴിക്കോടേക്കാണ്. പറയഞ്ചേരിയിൽ 30 അടിയോളം ഉയരമുള്ള കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീണു. അപകടത്തെ തുടർന്ന് 4 വീട്ടുകാർ ഇപ്പോൾ മാറി താമസിച്ചിരിക്കുകയാണ്. മതിലിന്റെ ബാക്കി ഭാഗം തകർന്നു വീഴുമെന്ന വലിയ ആശങ്കയിലാണ് അവിടെയുള്ള കുടുംബങ്ങൾ. സംഭവ സ്ഥലത്ത് നിന്ന് രാഹുൽ കെ വി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, അപകട ഭീഷണിയിലായിരുന്നോ ഈ മതിൽ? ആര്യ, ഇതൊരു കൂറ്റൻ മതിലാണ്, കോൺക്രീറ്റിന്റെ മതിലാണ്. 30 അടിയോളം ഉയരത്തിലുള്ള മതിൽ. ഇതിന് മുകളിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. അതിന് സംരക്ഷണ ഭിത്തിയായി കെട്ടിയ മതിലാണ്. ശക്തമായ മഴയിൽ ഈ വിധത്തിൽ തകർന്നു വീണത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കതിന്റെ ഭീകരത മനസ്സിലാകും. മതിൽ തകർന്നു വീണു, അതിനൊപ്പം തന്നെ മണ്ണ് കുത്തിയൊഴുകി താഴ്ഭാഗത്തേക്ക് വന്നു. ഇവിടെ ഒരു 4 വീടുകളിലുള്ള ആളുകൾ ബന്ധുവീടുകളിലേക്കൊക്കെയായി മാറി താമസിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. ഒപ്പം ചെളി വീടുകളിലേക്ക് അടിച്ചു കയറിയ അവസ്ഥയാണ്. ആളുകൾക്ക് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. തുടർന്ന് അവർ ബന്ധുവീടുകളിലേക്കൊക്കെ മാറി താമസിച്ചു. ഈ തകർന്നു വീണ ഈ കോൺക്രീറ്റിന് മതിലിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗം കൂടി ഉണ്ട്. അതുകൂടി താഴേക്ക് പതിക്കുമെന്നൊരു ആശങ്ക കൂടി കുടുംബങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ഈ മതിലിന്റെ ഭാഗം ഒന്ന് ചെരിയ പോലും ചെയ്തു കഴിഞ്ഞാൽ തൊട്ടു താഴെ തന്നെയായി വീട്ടുകാരാണ്. ഇവിടെ ബേബി എന്ന് പറയുന്ന ആളുടെ വീടാണ്. അദ്ദേഹം ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഈ 4 കുടുംബങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് ബേബിയും. അങ്ങനെ വലിയൊരു ആശങ്ക തന്നെ നിലനിൽക്കുകയാണ്. നമ്മോടൊപ്പം ഇവിടെയുള്ള വീട്ടുകാർ തന്നെ ചേരുന്നു. ഇത് ഇങ്ങനൊരു അപകട ഭീഷണിയിൽ ഉണ്ടായതാണോ അതോ പെട്ടെന്ന് തകർന്നു വീണോ? പെട്ടെന്ന് തകർന്നു വീണ. അങ്ങോട്ട് വാ, പെട്ടെന്ന് തകർന്നു വീണാണ്. ഇത് ഇവരിങ്ങനെ മതിൽ പൊന്തിക്കുക തന്നെ. അതുകൊണ്ടാണ് ഇതിങ്ങനെ വികാമാനം. ഇവരോട് പറഞ്ഞാൽ ഇവർ കോർപ്പറേഷൻ സ്റ്റേ ഇത് കൊടുത്തതാണ്, ഒന്ന് പണിയെടുക്കരുത് പറഞ്ഞിട്ട് മെമ്മൊക്കെ കൊടുത്തതാണ്. പക്ഷേ ഇവർ ലീവുള്ള ദിവസം വന്നിട്ട് ആരും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ പൊന്തിക്കുക. എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു മതിൽ മുകളിൽ എന്താ നടക്കുന്നത്? മുകളിൽ വില്ലുണ്ടാക്കാനാണ് ഇവരുടെ ഉദ്ദേശം. ഇവർക്ക് വില്ലയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. ഇത് ഒന്നായിട്ട് 3 ക്രാക്ക് ഉണ്ട് ഈ മതിലിന്. ഈ ക്രാക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ വീട് ഒന്നായിട്ട് ആ തല വരെയുണ്ട്. ആ പൊട്ടിയ മകൻ്റെ വീട് ഞങ്ങളെ ഇതൊക്കെ സ്ലിപ്പോവും. ആ സ്ഥിതിയിലാണ് ഇപ്പോൾ. ഇത് പെങ്ങളെ വീടാണ്. ഇവർക്കൊന്നും പണിക്ക് പോകാനോ ജീവിക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ്. അടുത്ത പെങ്ങളെ ചെറിയ മോൻ ഇപ്പോൾ വരും. അവൻ്റെ സ്ഥിതി അതാ, വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നതാ. ഇവരൊക്കെ ജോലിക്ക് പോകാൻ കഴിയാത്ത ഒന്നും ചെയ്തു കൊടുത്തില്ല ഇതുവരെ. ഇന്നലെ ആൾ വന്നിട്ട് ഇത് പൊളിക്കുക എന്ന് മാത്രമേ ഇപ്പോൾ അതാ വെള്ളം ചാടുന്നുണ്ടെങ്കിൽ അത് 3 പൊട്ടുണ്ട്. ഞങ്ങൾ പോയി നോക്കിയതാ. ഈ ബാക്കി ഭാഗത്തിലോ? ആ, ഈ 3 പൊട്ടാ ഭീമ വരെ പൊട്ടുണ്ട് ഉള്ളിൽ. അത് പൊട്ടാൽ ഈ വീട് ഒന്നിനും പറ്റൂല. അതുകൊണ്ടാണ് ഓരോക്കെ എല്ലാവരും മാറ്റി താമസം ഇതാക്കിയത്. ഈ തകർന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് ആരെങ്കിലുമൊക്കെ വന്നോ? തകർന്നിട്ട് പോകാൻ വിളിച്ചാൽ ഫയർ സർവീസ് വന്നു, പോലീസുകാർ വന്നു. ഇതിന് ഓണറെ വിളിച്ചിട്ട് ഇന്നലെ 12 മണിക്ക് ആൾ വന്നേ. രാത്രി ഫോൺ ചെയ്തിരിക്കുന്നവർ. ആരാ ഓണർ? കറക്റ്റ് പരിചയമില്ല. ആൾ പേര് കല്ലായി ഉള്ള ഒരാളാണ് എൻ്റെ ആൾ. ഒറ്റയ്ക്കല്ല, ഒരു 4 ആളോ ആട്ടുണ്ട്. നിങ്ങൾക്ക് ബില്ലൊക്കെയുള്ള ഇതാണ്. അവരോട് എത്രയോ പ്രാവശ്യം ഇതിങ്ങനെ കൂട്ടുന്നിട്ട് കോർപ്പറേഷനിൽ ഇവിടുന്ന് ആരോ പരാതി കൊടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും സ്ഥിതി ഇത് തന്നെയാണ്. അയറ്റ് കൂട്ടുക. ഈ ഒരു അപകട സമയത്ത് ആളുകളൊന്നും ഇല്ലാത്ത നന്നായില്ലേ? താഴെ അവിടെ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നു. കൂടെ ഈ കൊലായിൽ നിന്നിട്ട് ഒരു ലൈവായിട്ട് കാണാണ് ഇതിങ്ങനെ മതിൽ പൊളിയുന്നത്. അവർ അപ്പം തന്നെ ഭയപ്പെട്ടിട്ട് പെട്ടെന്ന് പ്രഷറൊക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ സ്ഥിതി ഉണ്ടായത്. പിന്നെ ഈ തൊട്ടടുത്ത് വീഴുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആരാണെങ്കിൽ ഒന്ന് പകച്ചു പോകുമല്ലോ. അപ്പോൾ ഇത്രയും സ്ഥിതി ഉണ്ടായിട്ട് ഇതിൻ്റെ ഓണർമാർ വന്നിരിക്കുന്നത് അന്ന് അറിയിച്ചിട്ട് ഒരു പിറ്റേ ദിവസം 12 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത് ഇവിടെ. പിന്നെ സ്ഥലത്ത് ഇത്രയും അപകടം നടന്നിട്ട് ഒരാഴ്ച ചെറിയ 2 ജാക്കി വെച്ചിട്ട് കുറച്ച് ചാക്കോടെ എടുത്തു വെക്കുക ചെയ്ത്. ഇപ്പോൾ 10-50 ആളെ കൊണ്ടുവരുന്നുണ്ട്, പെട്ടെന്ന് പണി തീർക്കുന്നൊക്കെ പറഞ്ഞു പോയതാണ്. ഇതുവരെ ഇവിടെ എത്ര 10-50 ആളൊന്നും എത്തിയിട്ടില്ല. എന്നാലും കുറച്ച് 40 അടി ഉയരമുള്ള ചുറ്റുമതിലാണ് ഇടിഞ്ഞു വീണത്. സ്റ്റേ ഉണ്ടായിട്ട് പോലും പിന്നെയും ആ മതിൽ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറുഭാഗത്തൊരു വില്ല പ്രൊജക്ട് നടത്താനുള്ള പദ്ധതിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആ മതിലിന്റെ ബാക്കി ഭാഗം അവിടെയുണ്ട്. അത് ഏത് ഘട്ടത്തിലും ഇടിഞ്ഞു വീഴാറായി കിടക്കുകയാണ്. അതിൽ 3 വിള്ളലുണ്ട് എന്നാണ് ആ പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഇപ്പോൾ ചുറ്റും താമസിക്കുന്ന 4 കുടുംബങ്ങളെ എന്തായാലും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്.